കട്ടൻ ചായ 115-ാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത് പുറത്ത് വെച്ചാണ്, വീട്ടിൽ വെച്ചല്ല. അപ്പം പുറത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടി ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശബ്ദലേഖനം ചെയ്തത് പുറത്ത് വെച്ചായതുകൊണ്ട് പുറത്ത് ശബ്ദം കൂടി വരും. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. ഇതൊരു പരീക്ഷണം കൂടിയാണ്. നമ്മൾ ചായ ഉണ്ടാക്കുന്നതിൽ നിന്നും വീട്ടിൽ ആ പ്രോഗ്രാം ഇന്ന് നടന്നില്ല. അതിനാൽ ചായ പുറത്ത് പോയാണ് കുടിച്ചത്. അതിനാൽ അതിലെഴുതിയിരിക്കുന്നത് ഇന്ന് പാൽ ചായ കുടിക്കാം. ഇന്ന് ഒരു യാത്ര പോയതിനാൽ അടുപ്പിൽ തീ പിടിപ്പിച്ചില്ല, ചായ കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്നു. അതാണ് ഇന്നത്തെ സ്റ്റേജ്. അപ്പോൾ നമ്മൾ ഇന്ന് ചായ പുറത്തുനിന്ന് വാങ്ങി. അപ്പോൾ ഈ പുറത്ത് ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പങ്കിടുകയാണ്. ഈ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്ന് കണ്ടത്. ഞാൻ അത്യാവശ്യത്തിന് എറണാകുളത്തിന് പോയതാണ്. അപ്പോൾ അവിടെ നിൽക്കേണ്ടി വന്നു. വൈകുന്നേരം എൻ്റെ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് 2614 പേരായി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്ര എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കാഴ്ചകൾ വീണ്ടും തുടരുന്നുണ്ട്. ഇന്നത്തെ വചനം 119 സങ്കീർത്തനത്തിൽ 105-ാമത്തെ വചനമാണ്. ഞാനത് വായിക്കാം. നമുക്ക് ആ വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ നിന്ന് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛനാണ്. സങ്കീർത്തനം 119 വചനം 105. ഞാൻ വായിക്കാം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. വചനം ഇവിടെ തീർന്നു. വീണ്ടും നമ്മുടെ കാഴ്ചകൾ തുടരുന്നു. അപ്പം നമ്മുടെ പ്രോഗ്രാം ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാഴ്ചകൾ തുടരുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. കാഴ്ചകൾ നമ്മുടെ തുടരുന്നു. എറണാകുളമാണ്. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ഇതിനെക്കുറിച്ച് ഒരു കമൻ്റ് എഴുതി കഴിഞ്ഞാൽ